ഈ ക്രിസ്മസ് വാരത്തിൽ നമുക്ക് വീണ്ടും യേശു കർത്താവിൻ്റെ പുണ്യാവതാരത്തെക്കുറിച്ച് ധ്യാനിച്ച് ദൈവത്തിന് നന്ദിയും മഹത്വവും അർപ്പിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവിൻ്റെ ദിവ്യ മനുഷ്യാവതാരത്തെക്കുറിച്ച് 750 വർഷം മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചതാണ് വായിച്ചത്. ഇത് എഴുതിക്കഴിഞ്ഞ് ഏകദേശം 750 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അത് നിറവേറിയത്. ഒരു കൊച്ചു ഓർമ്മപ്പെടുത്തൽ കേട്ടുകൊള്ളുക. ഒരു ദൈവിക സ്വപ്നമോ ദർശനമോ ആലോചനയോ താങ്കൾക്ക് കിട്ടിയാൽ അതിനെ മുറുകെ പിടിച്ചുകൊള്ളണം. അത് നിറവേറാൻ ഒരു സമയവും കൂടെ കുറിച്ചിട്ടുണ്ട്. ഒരു ദൂത് പ്രസവിക്കുമ്പോൾ തന്നെ, ഡെലിവേർഡ് ആകുമ്പോൾ തന്നെ അതിന് ഡേറ്റ് കുറിക്കപ്പെടുന്നു. പ്രീ ഡേറ്റഡ് ചെക്കാണത്. പ്രിയപ്പെട്ടവരെ, നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 750 കൊല്ലം മുമ്പ് പ്രവചിക്കുന്ന പ്രവാചകന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹത്തെ പൊട്ടനെ പോലെ പറയുക, ഞാനും ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ചിലത് സംഭവിക്കട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എനിക്കെന്നല്ല, നമുക്ക്. ഇപ്പൊ യെശയ്യാവിൻ്റെ കൊച്ചല്ലത്. നമുക്ക്. ആർക്ക്? മാനവ കുടുംബത്തിന്. അദ്ദേഹം ഒരുപക്ഷെ ഇസ്രയേലിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, നമുക്ക്, എനിക്ക്, നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശു ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ കിടക്കും. അവനെ ഇന്ന് രാവിലെ നിങ്ങൾ കാണുക. അവൻ നമുക്ക് വേണ്ടി ജനിക്കപ്പെട്ട ശിശുവാണ്. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ആ ശിശു ആൺകുട്ടിയാണെന്ന് മാത്രമല്ല, അതാരുടെയോ മകനെ തന്നതാണ്. അതാരുടെ മകനാണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം തൻ്റെ ഓമന പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ലേലുയാ, ലേലുയാ, ലേലുയാ. നമുക്കൊരു മകനെ തന്നു. ആ മകന്റെ പ്രത്യേകത, ആ ശിശുവിൻ്റെ പ്രത്യേകത കേൾക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രവചനത്തിൻ്റെ ആഴവും ആധികാരികതയും മനസ്സിലാകുന്നത്. അതിപ്രകാരം കേൾക്കുക. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഏത്? ഈ ശിശുവിൻ്റെ തോളിൽ. അവൻ അത്ഭുത മന്ത്രി എന്ന് പേര് വിളിക്കപ്പെടും. വീരനാം ദൈവം എന്ന് പേര് വിളിക്കപ്പെടും. നിത്യപിതാവ് എന്ന് വിളിക്കും. സമാധാന പ്രഭു എന്ന് വിളിക്കും. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റിയൊക്കെ സംശയിക്കുന്ന ആളുകൾ ഇതൊന്ന് എടുത്ത് വായിക്കണം. കഴിഞ്ഞ ദിവസം ആരോ കേരളത്തിൽ ഒരു പരസ്യയോഗം നടത്തുമ്പോൾ ഒരു വലിയ മിടുക്കൻ വന്നിട്ട്, നിങ്ങൾ ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച്. യേശുക്രിസ്തു ദൈവമാണോ? അതെ. അപ്പൊ പിന്നെ യേശുക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എത്ര ദൈവമാ? നിങ്ങൾ ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്? യേശുക്രിസ്തു ദൈവമാണോ? ആണോ എന്ന് ചോദിച്ച് അടിക്കാൻ വരിക. എൻ്റെ കുഞ്ഞെ കൂടപ്പിറപ്പേ, നീ തടിമിടുക്കും വീട്ടുമിടുക്കും ഒക്കെ കാണിക്കുന്നത് നിന്റെ നാട്ടിൽ ഇപ്പൊ പറ്റുമായിരിക്കും.
പക്ഷെ എപ്പോഴും ഒന്നും പറ്റില്ല കേട്ടോ. നിന്റെ കസിൻസ്, നിന്റെ റിലേറ്റീവ്സ് സൗദി അറേബ്യ ജോലി ചെയ്യുന്നില്ലേ? അവിടെ നിനക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ ഒന്നും ഓർത്തിരിക്കണം. നീ വേദപുസ്തകം പഠിച്ചാണോ ചോദിക്കുന്നത്? ആ ഉപദേശി പാവായതുകൊണ്ട് നിനക്ക് അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പറ്റി. നോക്കൂ, ആ ശിശു വീരനാം ദൈവം എന്ന് വിളിക്കപ്പെടും. ദൈവം മനുഷ്യനായി അവതരിച്ചവനാണ് ക്രിസ്തു. തീർന്നില്ല, ആധിപത്യം അവന്റെ തോളിലായിരിക്കും. സകലത്തെയും നിർമ്മിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിക്കപ്പെടുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവാണ് കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നത്. അവന് അത്ഭുതമന്ത്രി എന്ന് പേര് വിളിക്കും. ഭക്ഷ്യമന്ത്രി കഴിവുകെട്ടവനാണ്, കഴിവുകെട്ടവളാണെന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ മീഡിയകളിൽ വന്നു. ആർക്കെങ്കിലും ഒരു അസുഖം വരികയോ ഒരാൾ ആശുപത്രിയിൽ അബദ്ധവശാൽ മരിക്കുകയോ ചെയ്യുമ്പോൾ ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ആരോഗ്യമന്ത്രിയും ഇന്ന് വരെ അത്ഭുതമന്ത്രിയായിട്ടില്ല. ആയിരുന്നെങ്കിൽ രോഗത്തെ പിടിച്ചു കെട്ടാമായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് ഈ ക്രിസ്മസ് സീസണിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പേര് അത്ഭുതമന്ത്രി എന്ന്. ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രേരണയുണ്ട്. ഈ അത്ഭുതമന്ത്രി നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ കൈ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത്ഭുതം നടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് കൈവയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ നിങ്ങൾ കൈവയ്ക്കുക. ശരീരം മുഴുവൻ വ്യാപരിക്കട്ടെ അത്ഭുതത്തിൻ്റെ ശക്തി. എന്നെ തൊട്ടത് ആര്, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന വചനത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ ഈ വചനം കേൾക്കുന്ന മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ പാദം വരെ ദൈവശക്തിയുടെ വ്യാപാരമുണ്ടാകട്ടെ, അത്ഭുതം നടക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.